സ്റ്റുഡൻറ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസിങ് ഓഫ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ആണ്. പ്രൈസിങ് ഓഫ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് കേട്ടോ. കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സിൽ നമുക്ക് പറയാനുള്ളത് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൽ കമ്മോഡിറ്റിക്ക് എങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന കാര്യം നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ, എക്സ്പെക്റ്റൻസി മോഡൽ അല്ലേ, അങ്ങനെ ക്യാപിറ്റൽ അസറ്റ്സ് മോഡലിലൊക്കെ നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ കമ്മോഡിറ്റിയുടെ ബേസിൽ എങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, അതും എങ്ങനെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നോക്കാം. അതാണ് പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള കമ്മോഡിറ്റി പ്രൈസ് ഫിക്സിംഗ് ഉണ്ട്. ഒന്ന് ക്യാരി ടൈപ്പും രണ്ടാമത്തെ നോൺ ക്യാരി ടൈപ്പും കേട്ടോ. അതിനെ രണ്ട് കമ്മോഡിറ്റി ഫീച്ചേഴ്സിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ക്യാരി ടൈപ്പും നോൺ ക്യാരി ടൈപ്പും. അപ്പം ക്യാരി ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റുകളെയാണ് നമ്മൾ ക്യാരി ടൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്, പ്രൈസിങ് ഫീച്ചേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്സ്, ഇതാണ് ക്യാരി ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ക്യാരി ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസപ്ഷൻ കമ്മോഡിറ്റിക്കാണ് നോൺ ക്യാരി ടൈപ്പ് എന്ന് പറയുന്നത്. ക്യാരി ടൈപ്പ് ആർ യൂസ്ഡ് ഫോർ എ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് ആൻഡ് നോൺ ക്യാരി ടൈപ്പ് കമ്മോഡിറ്റി ആർ എ മീൻസ് എ പ്രൈമർലി ഫോർ എ കൺസപ്ഷൻസുമായി ബന്ധപ്പെട്ട കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് ഫിക്സേഷനെയാണ് നമ്മൾ നോൺ ക്യാരി ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരി ടൈപ്പും ഉണ്ട്, നോൺ ക്യാരി ടൈപ്പും ഉണ്ട്. ക്യാരി ടൈപ്പ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്, നോൺ ക്യാരി ടൈപ്പ് മീൻ കൺസപ്ഷൻ, പ്രൈമർലി ഫോർ എ കൺസപ്ഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈസിങ് ഫ്യൂച്ചേഴ്സ് ഓഫ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്, അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്സിൻ്റെ മുകളിൽ എങ്ങനെയാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുക, ക്യാരി ടൈപ്പ് കേട്ടോ. ക്യാരി ടൈപ്പ് പ്രൈസ് ഫിക്സേഷനാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കമ്മോഡിറ്റീസുകൾ ഉണ്ടാവുമല്ലോ, ഇൻവെസ്റ്റ്മെൻറ്റിൽ വേണ്ടിയിട്ട് നമ്മൾ റൈസ്, വീറ്റ് അങ്ങനെയുള്ളത്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള കമ്മോഡിറ്റിൻ്റെ ബേസിൽ നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ പ്രൈസ് ഫിക്സേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കോസ്റ്റ് ഓഫ് ക്യാരി എലമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ക്യാരി എലമെൻറ്റ് കേട്ടോ. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാരി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു എലമെൻറ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ദെൻ അപ്പോൾ ഇതിൽ എന്താണ്, ആർബിട്രേജ് നോട്ട് ബി ആപ്ലിക്കബിൾ ആണ്. കോസ്റ്റ് ഓഫ് വി ക്യാൻ യൂസ് cost of carry model. According cost of carry approach, future price depends of a cash price of asset. മനസ്സിലായല്ലോ. കമ്മോഡിറ്റി ആസ് കോസ്റ്റ് സ്റ്റോറിങ് ഓഫ് ദ കമ്മോഡിറ്റി, ഡേറ്റ് ഓഫ് ക്യാഷ് പ്രൈസ്, ഡെലിവറി ഡേറ്റ്സ് ആൻഡ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. നമ്മൾ ബാക്കിയൊക്കെ ഇത് തന്നെയാണ്. മീൻസ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഡെലിവറി ഡേറ്റും ക്യാഷും പ്രൈസ്, മനസ്സിലായതോ, ഫ്യൂച്ചർ പ്രൈസും എല്ലാം നമ്മൾ ഫിക്സ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇവിടെ എന്താണ്, നമ്മൾ സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ ഇൻക്ലൂഡാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഫോർമുല എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രൈസ് ഇസ് ഈക്വൽ ടു സ്പോട്ട് പ്രൈസ് പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാരി മൈനസ് ക്യാരി റിട്ടേൺ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ക്യാരി റിട്ടേൺ? ക്യാരി റിട്ടേൺ റെഫേഴ്സ് ടു, നോക്കാം, ക്യാരി റിട്ടേൺ റെഫേഴ്സ് ടു ദ ഇൻകം അല്ലേ. ഇൻകമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഡെപ്റ്റ് സെക്യൂരിറ്റീസിൻ്റെ മുകളിലോ ഡിവിഡൻറ്റോ, ഷെയറിൻ്റെ മുകളിൽ ഡിവിഡൻറ്റോ, ഡെപ്റ്റ് സെക്യൂരിറ്റീസിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റോ ഒക്കെ കിട്ടുന്ന ഇൻകത്തെ പറയുന്നതാണ് ക്യാരി റിട്ടേൺ. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാരിയിൽ നിന്ന് ക്യാരി റിട്ടേൺ മൈനസ് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഈ കമ്മോഡിറ്റി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കമ്മോഡിറ്റിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്സിൻ്റെ ഫ്യൂച്ചർ പ്രൈസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷന് ഫ്യൂച്ചർ പ്രൈസ് ഇസ് ഈക്വൽ ടു സ്പോട്ട് പ്രൈസ് പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാരി മൈനസ് ക്യാരി റിട്ടേൺ. ക്യാരി റിട്ടേൺ പറയുന്നത് ഇൻകമാണ്. ഏതെങ്കിലും രീതിയിൽ ഇൻകം അഥവാ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഡിവിഡൻറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളെ കോസ്റ്റ് ഓഫ് ക്യാരിയിൽ നിന്ന് മൈനസ് ചെയ്യണം. ഓക്കെ, അത്രയാണ് പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്സിൽ എന്താണ്, കോസ്റ്റ് ഓഫ് ക്യാരി എലമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ
പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് മനസ്സിലാക്കാം. അപ്പോൾ അതിന് കോസ്റ്റ് ഓഫ് ക്യാരി മോഡലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഇതിൽ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ആ ഒരു ഭാഗം അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് നോൺ ക്യാരി ടൈപ്പാണ്. നോൺ ക്യാരി ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസപ്ഷൻ കമ്മോഡിറ്റീസിനാണ് നമ്മൾ നോൺ ക്യാരി ടൈപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ അല്ലേ, ജൂട്ട്, കോപ്പർ, അങ്ങനെയുള്ളതൊക്കെയാണ്. വീറ്റ്, റൈസ്, ഇതൊക്കെ കൺസപ്ഷനാണ്. മീൻസ് നമുക്ക് കൺസപ്ഷൻ നടത്താൻ പറ്റുന്ന കമ്മോഡിറ്റീസ് കേട്ടോ. അത്തരം കമ്മോഡിറ്റീസുകൾക്ക് നമ്മൾ എങ്ങനെയാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ പ്രൈസ് ഫിക്സ് നടത്തുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇത്തരത്തിലുള്ള കൺസപ്ഷൻ കമ്മോഡിറ്റീസുകൾ നമുക്ക് എപ്പോഴും എന്താണ്, ഫ്രഷായിട്ട് നിൽക്കുമ്പോഴാണ്. ഇപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സുകൾക്കൊക്കെ എന്താണ്, ഫ്രഷായിട്ട് നിൽക്കുമ്പോഴാണ് അതിന് പ്രൈസ് കൂടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം സ്പോട്ട് പ്രൈസിനാണ് പ്രാധാന്യം, അല്ലാണ്ട് ഫ്യൂച്ചർ പ്രൈസിന് പ്രാധാന്യമില്ല. കാരണം ഫ്യൂച്ചർ പ്രൈസ് ആകുമ്പോഴേക്കും ഇപ്പോൾ 3 മാസത്തിന് നമ്മൾ പറയുമ്പോൾ 3 മാസത്തിൽ എന്താണ് അവിടെ അതിന് വില കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഫ്രഷ് എന്ന രീതിയിൽ നിന്ന് മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ആ ഒരു ഫ്രഷ് ഐറ്റംസിനാണ് കൂടുതൽ. ഈ കൺസപ്ഷൻ ബേസിൽ നോക്കുകയാണെങ്കിൽ ഫ്രഷ് ഐറ്റംസിന് പ്രൈസ് കൂടും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫ്രഷ് ഐറ്റംസിന് പ്രൈസ് കൂടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യത്തിനെ നമ്മൾക്ക് ആ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് കൺവീനിയൻസ് ഈൽഡ് കേട്ടോ. കൺവീനിയൻസ് ഈൽഡ് എന്നതുള്ളത് നോക്കുക. കൺവീനിയൻസ് ഈൽഡ് സിംപ്ലി റെഫേഴ്സ് ടു ദ ബെനഫിറ്റ്സ് ഓഫ് എൻജോയ് ദ ഓണർ ആസെറ്റ് പൊസിഷൻ ഓഫ് കൺസപ്ഷൻ വാല്യൂ. നമ്മുടെ കൺസപ്ഷൻ വാല്യൂവിൻ്റെ ആ ഒരു പൊസിഷൻ മീൻസ് നമുക്ക് ആ സമയത്ത് കിട്ടുന്ന ആ ഒരു ഇൻകം ഉണ്ടല്ലോ, അതാണ് ഫ്രഷായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഇൻകം നമുക്ക് കിട്ടും. അതാണ് കൺവീനിയൻസ് ഈൽഡ് കൊണ്ട് കുറച്ച് ബെനിഫിറ്റ് കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. ആ ഒരു ബെനിഫിറ്റാണ് കൺവീനിയൻസ് ഈൽഡ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൺവീനിയൻസ് ഈൽഡ് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ കൺസപ്ഷൻ കമ്മോഡിറ്റി അല്ലെങ്കിൽ നോൺ ക്യാരി ടൈപ്പിൽ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ കനോട്ട് ബി അപ്ലൈഡ്. മനസ്സിലാകുന്നുണ്ടോ? ഇതിൽ എന്താണ്, കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ അപ്ലൈ ചെയ്യുന്നില്ല. ക്ലിയർ ആയോ? അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ അപ്ലൈ ചെയ്യാത്തൊരു ഫ്യൂച്ചർ പ്രൈസിംഗ് ആണ് നോൺ ക്യാരി ടൈപ്പ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കൺവീനിയൻസ് ഈൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് അവിടെ ഈ ഒരു കോസ്റ്റ് ഓഫ് ക്യാരി അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ഫ്രഷ് ഐറ്റംസിന് കൂടുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഫ്യൂച്ചർ പ്രൈസ് വിൽ നോട്ട് എക്സീഡ് സം ഓഫ് ദ സ്പോട്ട് പ്രൈസ് അല്ലേ. സ്പോട്ട് പ്രൈസിനെക്കാട്ടിലും ഒരിക്കലും എന്താണ് ഫ്യൂച്ചർ പ്രൈസ് കൂടൂല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കാരണം സ്പോട്ട് പ്രൈസിനാണ് എപ്പോഴും അവിടെ വാല്യൂ ഉള്ളത് കേട്ടോ. അപ്പോൾ ഫ്യൂച്ചർ പ്രൈസ് ഒരിക്കലും സ്പോട്ട് പ്രൈസിനേക്കാൾ കൂടുതലാവൂല കേട്ടോ. വിൽ നോട്ട് എക്സീഡ് എന്ന് പറയുന്നുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു കൺസപ്ഷൻ അസറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീറ്റ്, റൈസ് അല്ലേ, പൾസസ്, ഓയിൽസ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷന് എന്ന് പറയുന്നത്, ഇക്വേഷന് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്ത ഇക്വേഷനിലല്ല, അത് മറ്റതിൻ്റെ ഒരു ചെറിയൊരു ഇത് തന്നതാണ് കേട്ടോ. പ്രോബ്ലം തന്നതാണ്, അസറ്റ്സ് മോഡലിൻ്റെ ഒരു പ്രോബ്ലം തന്നതാണ്. ഈ ഒരു കൺസപ്ഷൻ മോഡലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രൈസ് ഇസ് ഈക്വൽ ടു സ്പോട്ട് പ്രൈസ് ER SO പ്ലസ് S കേട്ടോ. അത് വേണമെങ്കിൽ ഞാനൊന്ന് നോട്ട് എഴുതിയിട്ട് തരാം. പ്ലസ് ER ആണ്. ഈ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ 2.71 എന്ന് പറയുന്നത്, അത് പ്ലസ് R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. SO പ്ലസ് S എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ് ആണ്. അങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ കൺസപ്ഷൻ മോഡൽ ഇതിലൊന്നും ഒരിക്കലും പ്രോബ്ലം വരില്ല. ജസ്റ്റ് ഇതെന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. പിന്നെ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസിനാണ് കൺവീനിയൻസ് ഈൽഡ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. അതാണ് കൂടുതലായിട്ട് നമുക്ക് കൺസപ്ഷൻ നടത്തുന്നത്. അപ്പോൾ ഈ കൺവീനിയൻസ് ഈൽഡ് ഉള്ളത് കൊണ്ട് തന്നെ കനോട്ട് ബി അപ്ലൈഡ് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ. ഓക്കെ, പിന്നെ ഉള്ളൊരു വേർഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഗ്രികൾച്ചറൽ ആൻഡ് അതർ നോൺ ക്യാരി കമ്മോഡിറ്റി വി മേ സേ ദാറ്റ് ഫ്യൂച്ചർ പ്രൈസ് വിൽ നോട്ട് എക്സീഡ് സം ഓഫ് ദ സ്പോട്ട് പ്രൈസ്.
അതുകൂടി ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഒരിക്കലും സ്പോട്ട് പ്രൈസിനെക്കാട്ടിൽ കൂടൂല എന്ന് മനസ്സിലാക്കുക കേട്ടോ. അത്രയാണ് ആ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് പ്രൈസിങ് ഫിനാൻഷ്യൽ ഫ്യൂച്ചർ കേട്ടോ. അപ്പോൾ നമ്മൾ കമ്മോഡിറ്റീൻ്റെ ബേസിൽ പറഞ്ഞു, അസറ്റ്സിൻ്റെ ബേസിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിൽ എങ്ങനെയാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതിലൊന്നുമില്ല, അത്രയേ ഉള്ളൂ. നമുക്കിവിടെ കോസ്റ്റ് ഓഫ് അല്ലെങ്കിൽ കൺവീനിയൻസ് ഈൽഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ തന്നെയാണ് അവിടെയും അപ്ലൈ ചെയ്യുന്നത്. നോക്കുക. So for having how commodity futures are priced, now let's turn off the attention pricing financial futures. Include stock futures, stock index futures, interest rate futures and currency futures. ഇത്രയും ഫീച്ചേഴ്സുകളും നമുക്ക് ഇതിനെ ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിൽ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷന് പറയുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്സിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്തത്, ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചില്ലേ? 2 ടൈപ്പ് ഉണ്ട്, ക്യാരി പഠിച്ചു, നോൺ ക്യാരി. അപ്പം ക്യാരി ടൈപ്പിൽ ഉള്ള ആ ഒരു ഫോർമുല തന്നെയാണ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഏതാണ്? ഫ്യൂച്ചർ പ്രൈസ് ഇസ് ഈക്വൽ ടു സ്പോട്ട് പ്രൈസ് പ്ലസ് ക്യാരി കോസ്റ്റ് ഓഫ് ക്യാരി മൈനസ് ക്യാരി റിട്ടേൺ. തന്നെയാണ് എവിടെയും ചെയ്യുന്നത്, പ്രൈസ് ഓഫ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിലും ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് അവിടെ പറയാനുള്ളത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇൻഡെക്സ് ആണ് കേട്ടോ. ഇൻഡെക്സ് സ്റ്റോക്ക് ഇൻഡെക്സ് ബേസിലാണ്. ഇവിടെയും എന്താണ്, കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്. അതിൻ്റെ ബേസിലാണ് ഡൺ ബൈ യൂസിങ് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ എന്ന് പറയുന്നുണ്ട്. പ്രൈസിങ് ഓഫ് എ ഫിനാൻഷ്യൽ അസറ്റ്സ് better in case of financial asset there is a no convenience yield. കൺവീനിയൻസ് ഈൽഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ തന്നെയാണ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, അത് തന്നെയാണ് കേട്ടോ. ഫ്യൂച്ചർ പ്രൈസ് ഇസ് ഈക്വൽ ടു സ്പോട്ട് പ്രൈസ് പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാരി, ഓക്കെ, മൈനസ് റിട്ടേൺ അല്ലെങ്കിൽ ബെനഫിറ്റ്സ്. ഓക്കെ, അത്രയാണ് അവിടെ. ഇനി ഇൻട്രസ്റ്റ് കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് ഇൻഡെക്സ് അല്ലെങ്കിൽ എന്താണ്, കോസ്റ്റ് ഓഫ് ക്യാരി മീൻസ് ഇൻട്രസ്റ്റ് ഓഫ് കോസ്റ്റ് കേട്ടോ. അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ്സ്, ഇതിൻ്റെ ഇൻട്രസ്റ്റ് ആണ് ഇസ് ഈക്വൽ ടു ആണ് ഇത് കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറയുന്നത്. എന്തിൻ്റെ കാര്യത്തിലാണ് ഈ പറഞ്ഞത്? ബേസിലാണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സോ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് രണ്ടും എന്താണ്, ഈ 2 കാര്യം കോസ്റ്റ് ഓഫ് ക്യാരി മോഡലിലാണ്, ആ എലമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് കൺവേർജൻസ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഒരു നിശ്ചിത തീയതി അല്ലെ, ഒരു എക്സ്പെക്ടേഷൻ ഡേറ്റ് ഉണ്ടാവും. ഒരു എക്സ്പെക്ടേഷൻ ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റ് കഴിഞ്ഞാൽ അവിടെ എന്തായി മാറും? വീണ്ടും സ്പോട്ട് പ്രൈസായിട്ട് മാറും, കൺവേർട്ട് ചെയ്യും അല്ലേ. ഈ ഫ്യൂച്ചർ പ്രൈസിനെ ആ നിശ്ചിത സമയം കഴിഞ്ഞാൽ, ആ നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ അത് വീണ്ടും എന്തായിട്ട് മാറും? ഈ ഒരു സ്പോട്ട് പ്രൈസിലേക്ക് ആയി മാറും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 3 മാസത്തിന് വേണ്ടിയിട്ട് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, ജനുവരി 1 മുതൽ മാർച്ച് ഏപ്രിൽ വരെ. അപ്പോൾ ഈ മാർച്ചും ഏപ്രിലും ഒക്കെ അതെന്താണ്? ഫ്യൂച്ചർ കോൺട്രാക്റ്റ് അല്ലെ ഫ്യൂച്ചർ പ്രൈസാണ് ഉള്ളത്. മാർച്ച്, ജനുവരി, ഫെബ്രുവരി, മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ 1 തൊട്ട് അതെന്തായി? വീണ്ടും മാറി, സ്പോട്ട് പ്രൈസായിട്ട് മാറി. അപ്പോൾ ഫ്യൂച്ചർ പ്രൈസിൽ നിന്ന് സ്പോട്ട് പ്രൈസിലേക്ക് മാറുന്ന അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പിൾസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു നിശ്ചിത ഡേറ്റ് കഴിഞ്ഞാൽ, നമ്മുടെ സമയം കഴിയുമ്പോൾ സ്പോട്ട് പ്രൈസിലേക്കായി മാറുന്ന ഒരു രീതിയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കൺവേർജൻസ്. ഓക്കെ, അപ്പോൾ അത് ഡിക്ലൈൻ ആവാം, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കൺവേർജൻസ് അല്ലേ, ആ ഒരു ഫിനോമിനയാണ് അവിടെ നടക്കുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും ആ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ആ സ്പോട്ട് പ്രൈസായിട്ട് മാറും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ റെപ്രസെൻറ്റിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാരി മീൻസ് സ്റ്റോറേജ് കോസ്റ്റ്, ഇൻഷുറൻസ് ആൻഡ് ഇൻട്രസ്റ്റ്, ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇൻ അതർ വേർഡ്സിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റ്
വിത്ത് എ ലോങ്ങർ മെച്യൂരിറ്റി പ്രൈസ്ഡ് ഹയർ ദാൻ ഫ്യൂച്ചർ കോൺട്രാക്റ്റിന് ഷോർട്ടർ മെച്യൂരിറ്റി കേട്ടോ. ആ മെച്യൂരിറ്റി പീരിയഡ് ഹയർ ദാൻ ലോങ്ങർ മെച്യൂരിറ്റി ആണെങ്കിൽ പ്രൈസ് ഹയർ ദാൻ അല്ലേ, ആ രീതിയിൽ ആവും. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഷോർട്ടർ മെച്യൂരിറ്റി ആണെങ്കിൽ ഷോർട്ട് പ്രൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡെലിവറി മന്ത് അപ്രോച്ച് ഡെലിവറി മന്ത് മെച്യൂരിറ്റി ഡേറ്റിനോട് അടുക്കും തോറും അതെന്തായിട്ട് മാറും, സ്പോട്ട് പ്രൈസായിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് കേട്ടോ അതിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പ്രൈസ്, ഒരു ലൈനിലെ പ്രൈസും ടൈമും ഉണ്ട്. ആ ടൈം മെച്യൂരിറ്റി ടൈം എത്തുമ്പോൾ അത് വീണ്ടും എന്തായിട്ട് അത് രണ്ടും ഒരുമിക്കും അല്ലേ. ആ ഫ്യൂച്ചർ പ്രൈസും ഉണ്ട്. അതിൻ്റെ ഇടയിൽ വരുന്നത് നെറ്റ് കോസ്റ്റ് ഓഫ് ക്യാരി ആണ്. നെറ്റ് കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാരി മൈനസ് റിട്ടേൺ ആണ്. അതിൻ്റെ ആ ഒരു കാര്യം കഴിഞ്ഞ് സ്പോട്ട് പ്രൈസിൽ അത് രണ്ടും മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോഴേക്കും അത് എന്തായിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്യും, സ്പോട്ട് പ്രൈസായിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത്രയാണ് അതിൽ പറയാനുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്യൂച്ചർ പ്രൈസ് നോക്കുക. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്യൂച്ചർ പ്രൈസ് ആൻഡ് എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസ് എന്നുള്ളതാണ്. നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലെ എക്സിസ്റ്റിംഗ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിലെ പ്രൈസിനെയാണല്ലോ നമ്മൾ എന്ത് അറിയുന്നത്, ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് അല്ലേ. എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ സ്പോട്ട് പ്രൈസ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അന്നത്തെ വില എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടിൻ്റെയും, ഈ ഫ്യൂച്ചർ പ്രൈസിൻ്റെയും എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസിൻ്റെയും റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇത് രണ്ട് ഫ്യൂച്ചർ പ്രൈസും അതുപോലെ എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 കാര്യങ്ങൾ, 3 ഹൈപ്പോത്തിസിസുകൾ ഇവിടെ പറയുന്നുണ്ട്. അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് ഈ 2 പ്രൈസുകളും റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയുന്ന 3 അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള 3 രീതിയിലുള്ള ഹൈപ്പോത്തിസിസുകളാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് നോർമൽ ബാക്ക്വേർഡേഷൻ അപ്രോച്ച് അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ്, അല്ലെങ്കിൽ ഒന്നാമത്തത്. രണ്ടാമത്തെ പറയുന്ന കൊണ്ടാഗോ അല്ലേ. കൊണ്ടാഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ പറയാം കേട്ടോ. രണ്ടാമത് കൊണ്ടാഗോ. നെക്സ്റ്റ് മൂന്നാമത്തത് എക്സ്പെക്റ്റേഷൻ ഹൈപ്പോത്തിസിസ്. ഇങ്ങനെ 3 രീതിയിലുള്ള ഹൈപ്പോത്തിസിസിലൂടെയാണ് ഈ 2 പ്രൈസസുകളും എന്താണ് റിലേഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണോ ഒന്ന് നോക്കാം. നോർമൽ ബാക്ക്വേർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ജെഎം കെയ്ൻസ് ആണ് ഗെയിൻസ് ആണ് ഈ നോർമൽ ബാക്ക്വേർഡേഷന് കൊണ്ടുവന്നിട്ടുള്ളത് മനസ്സിലാക്കുക. നോർമൽ ബാക്ക്വേർഡേഷൻ എന്ന് പറഞ്ഞാൽ സ്പോട്ട് പ്രൈസ് ഗ്രേറ്റർ ദാൻ ഫ്യൂച്ചർ പ്രൈസ് ആണ് കേട്ടോ. നമ്മൾ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബേസിസ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബേസിസ് നെഗറ്റീവ് ആകുന്ന ആ സിറ്റുവേഷൻസിനെയാണ് ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സ്പോട്ട് പ്രൈസിനേക്കാൾ കൂടുതലാണ് ഫ്യൂച്ചർ പ്രൈസ്, ബേസിസ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതാണ് നോർമൽ ബാക്ക്വേർഡേഷൻ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ നോർമൽ ബാക്ക്വേർഡേഷൻ അപ്രോച്ചസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഹൈപ്പോത്തിസിസ് സ്റ്റേറ്റ് ദാറ്റ് എക്സ്പെക്റ്റഡ് ബേസിസ് ഇൻ നെഗറ്റീവ് കേട്ടോ. ബേസിസ് നെഗറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്.
അപ്പോൾ നോർമൽ ബാക്ക്വേഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ, സ്പോട്ട് പ്രൈസിനെക്കാട്ടിലും ഗ്രേറ്റർ ദാൻ ഫ്യൂച്ചർ പ്രൈസ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷന്, അഥവാ ബേസിസ് നെഗറ്റീവ് ആകുന്ന ഒരവസ്ഥ കേട്ടോ. ഫ്യൂച്ചർ പ്രൈസ് ടെൻ ടു ബി ഡൗൺവേർഡ് എസ്റ്റിമേറ്റ് സ്പോട്ട് പ്രൈസ് ഇൻ ദ ക്യാഷ് മാർക്കറ്റ് അറ്റ് ദ മെച്യൂരിറ്റി ഡേറ്റ്. അറ്റ് ദ മെച്യൂരിറ്റി ഡേറ്റിൽ സ്പോട്ട് പ്രൈസ് ഡൗൺവേർഡ് ആകുന്ന ഒരവസ്ഥ, അതിനെയാണ് നോർമൽ ബാക്ക്വേഡേഷൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് കേട്ടോ. ബേസിസ് ആ ഒരു തീം വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇത് ചെയ്യുന്നത്. ഓക്കെ, ബേസിസ് എന്താണ്? ബേസിസ് ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ്. ഫ്യൂച്ചർ പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ് ആണ് ബേസിസ്. അപ്പോൾ ആ ബേസിസ് നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷനാണ് കേട്ടോ ഏത് നോർമൽ ബാക്ക്വേഡേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാവുക? സ്പോട്ട് പ്രൈസ് ഗ്രേറ്റർ ദാൻ ഫ്യൂച്ചർ പ്രൈസ്. ഓക്കെ, നെക്സ്റ്റ് കൊണ്ടാഗോ എന്ന് പറഞ്ഞാൽ ഇത് കെയ്ൻസിൻ്റെ ആ അപ്രോച്ചസ് അല്ലെങ്കിൽ കെയ്ൻസ് ഹൈപ്പോത്തിസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് കൊണ്ടാഗോ എന്ന് പറയുന്നത്. ഇത് നമ്മളെ ഹെഡ്ജേഴ്സിനെ അസ്യൂം ചെയ്യുന്ന ഒരു അപ്രോച്ചസാണ്. സ്പെക്കുലേറ്റേഴ്സിനെ ഹെഡ്ജേഴ്സിനൊക്കെ ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്ന ഒരു ഹൈപ്പോത്തിസിസാണ് കൊണ്ടാഗോ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെന്താണ് അപ്പോൾ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫ്യൂച്ചർ പ്രൈസ് ഗ്രേറ്റർ ദാൻ സ്പോട്ട് പ്രൈസ്, അല്ലെങ്കിൽ സ്പോട്ട് പ്രൈസ് ലെസ് ദാൻ ഫ്യൂച്ചർ പ്രൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് സ്പോട്ട് പ്രൈസ് ഗ്രേറ്റർ ദാൻ ഫ്യൂച്ചർ പ്രൈസ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ പ്രൈസ് ഗ്രേറ്റർ ദാൻ സ്പോട്ട് പ്രൈസ്. ബേസിസ് ഈസ് എ പോസിറ്റീവ് കേട്ടോ. ബേസിസ് ഈസ് എ പോസിറ്റീവ് കേട്ടോ. ബേസിസ് പോസിറ്റീവ് ആകുന്ന അവസ്ഥ അത് മനസ്സിലാക്കിയാൽ മതി. ഡൗൺവേർഡ് ആയിരിക്കില്ല അവിടെ നടക്കുക, അവിടെ എന്താണ് അപ്വേർഡാണ് നടക്കുക കേട്ടോ. എക്സ്പെർട്ടൈസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നമ്മൾ അപ്വേർഡേഷനാണ് അവിടെ നടക്കുന്നത് കേട്ടോ. പുള്ളപ്പാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ആൻറ്റിസിപ്പേഷൻ പ്രോഫിറ്റ് ഈസ് എ പുള്ളപ്പ് ഓർ ബിഡപ്പ്. ഓക്കെ, അത്ര മനസ്സിലാക്കിയാൽ മതി. നിങ്ങളെ കൊണ്ടാഗോ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. അപ്പോൾ നോർമൽ ബാക്ക്വേഡേഷനും കൊണ്ടാഗോ എക്സ്പെക്റ്റേഷൻ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു രീതി, എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു പ്രൈസ് സ്പോട്ട് പ്രൈസിലേക്ക് എന്തായിട്ട് മാറുക? ഈക്വലായിട്ട് മാറുക, അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്യുക എന്ന് പറയില്ലേ? എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പെക്റ്റേഷനായിട്ട് പറഞ്ഞ സ്പോട്ട് പ്രൈസ് നോർമലി എക്സ്പെക്റ്റേഷൻ സ്പോട്ട് പ്രൈസ് നോർമലി സ്പോട്ട് പ്രൈസിലേക്ക് മാറുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഏത് എക്സ്പെക്റ്റേഷൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെയും തന്നെ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാരി മോഡലാണ്. ഇൻഷുറൻസും ക്യാരി കോസ്റ്റും കൺവീനിയൻസ് ഈൽഡൊക്കെ ഈ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫാക്ടേഴ്സുകളെല്ലാം വെച്ചിട്ട് മാർക്കറ്റ് കണ്ടീഷനെ നോക്കിയിട്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കുക, അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ പ്രൈസ് സ്പോട്ട് പ്രൈസിലേക്ക് മാറുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഈ 3 ഹൈപ്പോത്തിസിസുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്യൂച്ചർ പ്രൈസ് ആൻഡ് ഫോർവേഡ് പ്രൈസ്. ഫ്യൂച്ചർ പ്രൈസും ഫോർവേഡ് പ്രൈസും തമ്മിലുള്ള ഒരു റിലേഷന് നമുക്കറിയാം. ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ഉള്ള പ്രൈസാണ്. അപ്പോൾ അതുപോലെ തന്നെയാണല്ലോ അല്ലേ ഫോർവേഡ് പ്രൈസ് പറഞ്ഞാൽ ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ അതിൽ പറയുമ്പോൾ ആ സമയത്തുള്ള അല്ലെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ ആ സമയത്തുള്ള പ്രൈസാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻട്രസ്റ്റ് റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റിലേഷന് നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് എക്സാക്റ്റായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാം, പോസിറ്റീവായിട്ട് കോറിലേറ്റ് ചെയ്യുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഗ്രേറ്റർ ദാൻ ഫോർവേഡ് കോൺട്രാക്റ്റ്. മനസ്സിലാണ്ടോ? എന്നൂടെ പറയാം. ഇൻട്രസ്റ്റ് റേറ്റ് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ നമുക്ക് പോസിറ്റീവായിട്ട്
ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ബേസിലാണ് ഇതിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയിട്ടാണ്. അപ്പോൾ എക്സാക്റ്റായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് മെഷർ ചെയ്ത് കണ്ടുപിടിക്കാൻ അഥവാ പോസിറ്റീവായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഫ്യൂച്ചർ പ്രൈസ് ഗ്രേറ്റർ ദാൻ ഫോർവേഡ് കോൺട്രാക്റ്റ്. ഫ്യൂച്ചർ പ്രൈസ് ഗ്രേറ്റർ ദാൻ ഫോർവേഡ് കോൺട്രാക്റ്റ്. ഫ്യൂച്ചർ പ്രൈസിനെ ഫോർവേഡ് കോൺട്രാക്റ്റിനെ പ്രൈസിനേക്കാട്ടിൽ ഫ്യൂച്ചർ പ്രൈസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ എന്തായിരിക്കും? പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഇനി നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഫ്യൂച്ചർ പ്രൈസ് ലെസ് ദാൻ ഫോർവേഡ് കോൺട്രാക്റ്റ്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി അൺകോറിലേറ്റഡ് ആണെങ്കിൽ ഈക്വൽ ആയിരിക്കുന്നു മനസ്സിലാക്കുക കേട്ടോ. അത് നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ. ഫ്യൂച്ചർ പ്രൈസ് ഇൻക്രീസ് ലോങ് പൊസിഷൻ ബൈ പ്രോഫിറ്റ് ഇൻ റേറ്റ് ആൾസോ സൈമൾട്ടേനിയസ് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ക്യാഷ് ഫ്ലോ ഹൈ റേറ്റ്സ് ഓഫ് ബിക്കം എ റേറ്റ്സ് ഓഫ് ഇൻക്രീസ്. ഞാൻ അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് നെഗറ്റീവ്ലി കോറിലേറ്റഡ് കേട്ടോ. നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണെങ്കിൽ എന്താണ് അവിടെ? ഫ്യൂച്ചർ പ്രൈസ് ലെസ് ദാൻ ഫോർവേഡ് കോൺട്രാക്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ആ ഒരു ഭാഗം ഒന്ന് വായിച്ച് നോക്കട്ടെ. അതിൽ പറഞ്ഞിട്ടുണ്ട് അൺറിലേറ്റഡ് ആണ് ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പോസിറ്റീവ് കോറിലേറ്റഡ് ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ ഫ്യൂച്ചർ പ്രൈസ് ഗ്രേറ്റർ ദാൻ ഫോർവേഡ് കോൺട്രാക്റ്റ്. പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ കേട്ടോ. ഇനി നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഫ്യൂച്ചർ പ്രൈസ് ലെസ് ദാൻ ഫോർവേഡ് പ്രൈസ്. ഓക്കെ, നേരെ താഴേക്കായിരിക്കും. ഇനി അൺകോറിലേഷൻ ആണെങ്കിലോ? അൺകോറിലേഷൻ ആണെങ്കിൽ ഈക്വൽ ആയിരിക്കും. അൺകോറിലേഷൻ ആണെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അത് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഹെഡ്ജിങ് സ്ട്രാറ്റജി യൂസിങ് ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ്. ഹെഡ്ജിങ് സ്ട്രാറ്റജി യൂസിങ് ഫ്യൂച്ചേഴ്സ് അഥവാ നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എങ്ങനെയാണ് ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത്? ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മൾ റിസ്കിനെ അവോയ്ഡ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, മിറ്റിഗേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അല്ലേ? അതാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെഡ്ജിങ് നമ്മുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പഠിച്ചത് തന്നെയാണ്. അത് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ നമ്മൾ എക്സ്പെക്റ്റേഷനായിട്ട് നമ്മൾ എന്താണ് ഫ്യൂച്ചർ ഇവൻറ്റ്സുകളോ ഫ്യൂച്ചർ അൺസർട്ടനിറ്റി ഇവൻറ്റ്സുകളോ ഫ്യൂച്ചർ റിസ്ക്കുകളോ ലോസസുകളോ നമ്മൾ അങ്ങനെയും പ്രതീക്ഷിക്കണം. വെറും പ്രൈസും റിട്ടേണും മാത്രം നമുക്ക് കിട്ടിയാൽ പോരാ അല്ലേ? അതിൻ്റെ കൂടെ എന്തുണ്ടാവും? റിസ്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ലോസ് ഉണ്ടാകും, ലയബിലിറ്റി ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള ഹെഡ്ജിങ് സ്ട്രാറ്റജീസുകൾ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രൈമറി യൂസ് ചെയ്യുന്ന എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് റിസ്കിന് എക്സ്പോഷർ നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അൺഫേവറബിൾ ആയിട്ടുള്ള പ്രൈസിങ് ഫ്ലക്ച്വേഷൻസുകളൊക്കെ വരുമ്പോൾ റിസ്ക് എക്സ്പ്ലോഷർ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഈ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെഡ്ജിങ് നമ്മൾ നടത്തുന്നത് തന്നെ എന്താണ്? ഈ ഒരു റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുക. അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുണ്ട്. ഹെഡ്ജിങ് റേഷ്യോസൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എത്രത്തോളം റിസ്ക് ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഈ റിസ്കിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഹെഡ്ജിങ് സ്ട്രാറ്റജീസുകൾ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളോ ലോസസുകളൊക്കെ നമ്മൾക്ക് ഇതിൽ വരികയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഹെഡ്ജിങ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇനി വഴിയെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് അത്രേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് നീഡ്
ഫോർ ഹെഡ്ജിങ് ആണ്. നമുക്ക് ഈ ഹെഡ്ജിങ് കൊണ്ട് വന്ന് എന്തൊക്കെ ആവശ്യകതകളാണ് ഉള്ളത് എന്നുള്ളത് അല്ലേ. നമുക്കറിയാം, ഒന്നാമത്തത് ഞാനൊരു പോയിൻ്റ് വൈസിൽ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് പറയാം. മിറ്റിഗേറ്റ് ദ മാർക്കറ്റ് റിസ്ക് അല്ലേ. മാർക്കറ്റ് റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ. നമുക്കറിയാം സിസ്റ്റമാറ്റിക് റിസ്ക്കും ഉണ്ട്, അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും ഉണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാണ്, മാർക്കറ്റിൽ ഇത് രണ്ട് റിസ്കുകളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. സച്ച് ആസ് ദി ഇൻട്രസ്റ്റ് റേറ്റ്, ടാക്സ് പോളിസീസ്, പൊളിറ്റിക്കൽ കണ്ടീഷൻസ്, ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ് അല്ലേ. അങ്ങനെയുള്ളതൊക്കെ സിസ്റ്റമാറ്റിക് റിസ്കുകളാണ്. നോൺ സിസ്റ്റമാറ്റിക് റിസ്കുകളായിട്ട് വരികയാണെങ്കിൽ എന്താണ്, കമ്പനിയുടെ സ്പെസിഫിക് ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് നോൺ സിസ്റ്റമാറ്റിക് റിസ്കുകൾ വരാൻ ചാൻസ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ കമ്പനിയെ വെച്ചിട്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള റിസ്കുകൾക്കും എന്താണ് ഈ ഒരു ഹെഡ്ജിങ് സ്ട്രാറ്റജീസുകൾ നമുക്ക് വേണമെന്നുള്ളതാണ്. അവിടെ നമുക്ക് ലേബർ റിലേഷൻസ്, ടെക്നോളജിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഒരു കമ്പനിയെ ബേസ് ചെയ്ത് വരുന്ന റിസ്കുകളാണ്. അപ്പോൾ നോൺ സിസ്റ്റമാറ്റിക് റിസ്ക്കും ഉണ്ടാവാം, സിസ്റ്റമാറ്റിക് റിസ്ക്കും വരുന്നുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റ് റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഒന്നാമത്തെ നീഡായിട്ട് പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തത് മിനിമൈസ് ദ റിസ്ക് ലോസസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഹെഡ്ജിങ് മൈറ്റ് നോട്ട് ബി പ്രിവെൻറ്റ് ലോസസ് ആണ്. ലോസസിനെ നമുക്ക് മൊത്തമായിട്ടൊന്നും പ്രിവെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു പവർ കുറക്കാൻ സാധിക്കുന്നതാണ്, അതൊരു നീഡാണ്. പിന്നെ അതുപോലെ റിസ്ക് റെഡ്യൂസസ്, ഇൻക്രീസ് ലിക്വിഡിറ്റി, ഇതൊക്കെയാണ് ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നീഡ്സായിട്ട് പറയാം കേട്ടോ. ഇതൊക്കെയാണ് മിറ്റിഗേറ്റ് ദ മാർക്കറ്റ് റിസ്ക്, മിനിമൈസ് ദ റിസ്ക് ലോസസ്, ഹെഡ്ജിങ് മൈറ്റ് നോട്ട് പ്രിവെൻറ്റ് ലോസസ് ആൻഡ് റിസ്ക് റെഡ്യൂസസ് ആൻഡ് ഇൻക്രീസ് ലിക്വിഡിറ്റി ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഞാൻ പോയിൻ്റ് ബേസിൽ തന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നീഡ്സ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷനാണ് കേട്ടോ. ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷനാണ്. നമുക്കറിയാം അണ്ടർലൈൻ അസറ്റ്സുകൾ സ്പോട്ട് പ്രൈസിൽ നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ഷോർട്ട് പൊസിഷനും ഉണ്ട്, ലോങ് പൊസിഷനും ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലോങ് പൊസിഷൻ എപ്പോഴും ആരായിരിക്കും, ഷോർട്ട് പൊസിഷന് സെല്ലറും ലോങ് പൊസിഷന് ബയ്യറും ആയിരിക്കും അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് അതൊന്നും ഉണ്ടെന്ന് പറയുന്നേ ഉള്ളൂ. ഇനി അടുത്ത ഭാഗമാണ് ഇമ്പോർട്ടൻ്റ്, പ്രോസസ് ഓഫ് ഹെഡ്ജിങ് ത്രൂ ഫ്യൂച്ചേഴ്സ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ നമ്മൾ ഹെഡ്ജിങ് എന്ന് പറയുന്ന സ്ട്രാറ്റജി എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിവിടെ അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ അതിനുള്ള പ്രോസസ്സുകളാണ് പറയുന്നത്. അപ്പോൾ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അഥവാ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്സുകളാണ്. ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ലോങ് അസറ്റ്സുകളാണോ അഥവാ ഷോർട്ട് അസറ്റ്സ് ആണോ നമ്മൾ, അഥവാ അണ്ടർലൈൻ അസറ്റ്സ് ലോങ് പൊസിഷനിലാണോ ഷോർട്ട് പൊസിഷനിലേക്കാണോ എന്ന് തീരുമാനിക്കുക കേട്ടോ. ലോങ് ആണോ ഷോർട്ട് ആണോ എന്ന് തീരുമാനിക്കുക, ഫസ്റ്റ് വൺ. രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ളത് ഏത് ടൈപ്സ് ഓഫ് നാച്ചുറലുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഡിസൈഡ് ടൈപ്സ് ഓഫ് നാച്ചർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് ഇൻ എ സ്പോട്ട് പൊസിഷൻ കേട്ടോ. ഏത് ടൈപ്സ് ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ് എന്ന് ഡിസൈഡ് ചെയ്യുക. മൂന്നാമത്തത് സെലക്ട് ദ കോൺട്രാക്റ്റ് മന്ത്, അഥവാ നമ്മൾ എന്താണ് മാസം, എത്ര മാസത്തിനാണ്, 1, 2, 3 മാസത്തിനാണോ എന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി നാലാമത്തെ പറഞ്ഞിട്ടുള്ളത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ടൈം, നാച്ചുറലൈസ്ഡ് ആയിട്ടുള്ളൊരു ടൈം നമ്മൾ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അണ്ടർലൈൻ അസറ്റ്സിനെ ഫിസിക്കൽ മാർക്കറ്റ്സിൽ അതിൻ്റെ പ്രിവൈലിംഗ് പ്രൈസിനനുസരിച്ചിട്ട് അണ്ടർലൈൻ അസറ്റ്സുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുക. വാങ്ങിയതാണെങ്കിൽ വിൽക്കുക, വിറ്റതാണെങ്കിൽ വാങ്ങുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇത്രയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് പറയുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് ഹെഡ്ജിങ് ആണ് കേട്ടോ. ഈ ടൈപ്സ് ഓഫ് ഹെഡ്ജിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നുകൂടെ പറഞ്ഞുതരാം, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. മീൻസ് ഷോർട്ട് ഹെഡ്ജും ഉണ്ട്, ലോങ് ഹെഡ്ജും ഉണ്ട്. ഷോർട്ട് ഹെഡ്ജിൽ എന്താണ്, യൂസ് ദ ഓർ എ ലോങ് ഓൺ ദ അസറ്റ്സ്, അണ്ടർലൈൻ അസറ്റ്സ്. നമ്മൾ ഇവിടെ ലോങ് അണ്ടർലൈൻ അസറ്റ്സുകൾ യൂസ് ചെയ്യുകയാണ്. അവിടെ ഷോർട്ട് ലോങ് പൊസിഷൻസിലുള്ള അണ്ടർലൈൻ അസറ്റ്സുകൾ ടേക്ക് ചെയ്യുക കേട്ടോ. മീൻസ് ടേക്ക് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് ലോങ്
ഷോർട്ട് പൊസിഷന് ഹെഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ഹെഡ്ജ് ദ ഹെഡ്ജ് സെൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് സെൽ ദ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് കേട്ടോ. എക്സ്പെക്റ്റഡ് ദ പ്രൈസ് ഓഫ് ദ അണ്ടർലൈൻ അസെറ്റ്, ഡിക്രീസ് ഓഫ് ഫ്യൂച്ചർ പ്രൈസ് കുറക്കുക എന്നുള്ളതാണ്. വേഗം നമ്മൾ ലോങ് പൊസിഷനിൽ വാങ്ങിയാലും ലോങ് ടേമിലേക്ക് വാങ്ങിയതാണെങ്കിലും നമ്മൾ വേഗം വിറ്റ് പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് എൻ്റെ ഷോർട്ട് ഹെഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓഫ്സെറ്റ് ചെയ്യുക, കോമ്പൻസേറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും നമ്മൾ ഷോർട്ട് ഫ്യൂച്ചർ പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ ഓഫ്സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഏത് ഷോർട്ട് ഹെഡ്ജ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയേണ്ടത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞാൽ ലോങ് ഹെഡ്ജ്, അത് ഇനി വരുന്നുണ്ട് കേട്ടോ. ലോങ് ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. എന്താണ് നമ്മൾ ഹെഡ്ജ് സ്യൂട്ടബിൾ വെൻ എ ട്രേഡ് ടു സെൽ ഇൻ എ ഫ്യൂച്ചർ ആൻഡ് വാണ്ട്സ് ടു ലോക്ക് ഇൻ ദ പ്രൈസ് നൗ എന്ന് പറയുന്നുണ്ട്. മീൻസ് നമ്മൾ ബൈ ആണ് അല്ലേ. ഇൻ്റെ ലോങ് ഹെഡ്ജ് എന്ന് പറയുന്നത് ബൈ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ്. നമ്മൾ വാങ്ങുക ചെയ്യുന്നത്, ഫ്യൂച്ചർ കോൺട്രാക്റ്റ് വിറ്റതിനെ നമ്മൾ വാങ്ങുക ചെയ്യുന്നത്, അതാണ് എന്ത് ലോങ് ഹെഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷോർട്ട് ഹെഡ്ജ് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഓഫ്സെറ്റ് ചെയ്യാമെന്ന് പറയാമല്ലോ. നമ്മൾ ഓഫ്സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ഒക്കെ കൊടുത്ത് പെട്ടെന്ന് അതിനെ തീരുമാനമാക്കുക, അതാണ് ഷോർട്ട് സെയിൽ ചെയ്തിട്ട്. ഇവിടെ ലോങ് ഹെഡ്ജ് ആണ് വാങ്ങുകയാണ് ചെയ്യുന്നത്, ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ബൈ ചെയ്യുന്ന രീതിക്കാണ് ലോങ് ഹെഡ്ജ്. അപ്പോൾ അവിടെ വരുന്ന റിസ്കുകൾ നമ്മൾ കുറക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്യൂച്ചർ പീരിയഡ് ഇൻക്രീസ് ചെയ്യും കേട്ടോ, ഫ്യൂച്ചർ പീരിയഡ് ഇൻക്രീസ് ചെയ്യും. ഷോർട്ടിൽ എന്താണ് ഫ്യൂച്ചർ പീരിയഡ് ഡിക്രീസ് ചെയ്യുക. ഓക്കെ, അത്രയാണ് അവിടെ പറയുന്നത്. ഇത് കൂടുതൽ സ്യൂട്ടബിൾ ഇൻ ട്രേഡേഴ്സിനാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർ അസറ്റ്സുകൾ വാങ്ങിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഷോർട്ട് ഹെഡ്ജും ലോങ് ഹെഡ്ജും മനസ്സിലായല്ലോ, ക്ലിയർ ആയില്ലേ? ഓക്കെ, ലോങ് ഹെഡ്ജ് കേട്ടോ. ലോങ് ഹെഡ്ജ് എന്താ നോക്കുക, ആ ഒരു ഞാൻ മാർക്ക് ചെയ്തെന്ന ഭാഗം നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിൽ ഹെഡ്ജർ ബൈ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് വിൽ ഇൻക്രീസ് ഫ്യൂച്ചർ പീരിയഡ് കേട്ടോ. ആ ഒരു ഭാഗം നിങ്ങൾ ബൈ ഹാർട്ടാക്കുക. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് പെർഫെക്റ്റ് ഹെഡ്ജ് ആൻഡ് ഇംപെർഫെക്റ്റ് ഹെഡ്ജാണ്. പെർഫെക്റ്റ് ഹെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ, നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ വരുന്ന റിസ്കുകൾ, നമ്മൾ വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അൺസർട്ടനിറ്റി ഇവൻറ്റ്സുകൾ അല്ലെങ്കിൽ റിസ്കുകൾ, ലോസസുകൾ എലിമിനേറ്റ് ചെയ്ത് മുഴുവനായിട്ടും എലിമിനേറ്റ് ചെയ്യാനും മുഴുവനായിട്ട് നമുക്ക് നഷ്ടം എക്സാക്റ്റായിട്ട് കവർ ചെയ്ത് ഓഫ്സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പെർഫെക്റ്റ് ഹെഡ്ജ് എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ റിസ്ക്, നമ്മുടെ കോൺട്രാക്റ്റിലുള്ള ഫുള്ളി റിസ്ക് നമുക്ക് കവർ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പെർഫെക്റ്റ് ഹെഡ്ജ് എന്നാണ് പറയുക. ഇംപെർഫെക്റ്റ് ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത, നോട്ട് എക്സാക്ട്ലി ഓഫ്സെറ്റ് ദ ലോസ് ഓർ ഗെയിൻസ് ഇൻ എ ഫിസിക്കൽ മാർക്കറ്റ് ഈസ് കോൾഡ് ഇംപെർഫെക്റ്റ് ഹെഡ്ജ്. അഥവാ മുഴുവനായിട്ട് അല്ലെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ റിസ്കിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത, ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റാത്ത മാർക്കറ്റ്സ് അല്ലെങ്കിൽ അതിൽ ഉള്ള ഹെഡ്ജിങ് സ്ട്രാറ്റജിയാണ് ഇംപെർഫെക്റ്റ് ഹെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അസറ്റ് മിസ്മാച്ച് ആയിരിക്കും, മെച്യൂരിറ്റി ഡേറ്റ് മിസ്മാച്ച് ആയിരിക്കും, ക്വാണ്ടിറ്റി മിസ്മാച്ച് ആയിരിക്കും, അങ്ങനെയുള്ള റീസൺസുകളൊക്കെ വരാനുള്ള ചാൻസസുകളുണ്ട്. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ റിസ്കിനെ മൊത്തമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ഹെഡ്ജാണ്. റിസ്കിനെ മൊത്തമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് ഇംപെർഫെക്റ്റ് ഹെഡ്ജായിട്ടാണ് പറയുന്നത്. അതിൻ്റെ റീസൺസ് അസറ്റ് മിസ്മാച്ച് ആൻഡ് മെച്യൂരിറ്റി മിസ്മാച്ച് ആൻഡ് മിസ്മാച്ച് ബൈ ക്വാണ്ടിറ്റി, ഇത്രയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ളത് റിസ്ക് ഇൻ ഹെഡ്ജിങ് ആൻഡ് ബേസിസ് റിസ്ക് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇപ്പോൾ മറ്റൊരു ക്ലാസ്. ഓക്കെ.